الحمد لله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. يا ويلتى ليتني لم أتخذ فلانا خليلا. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരിമാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത്, ഉമയ്യത്ത് ഇബ്നു ഖലഫ്, ഇവർ രണ്ടുപേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച ഖുറൈശികളായ രണ്ട് ആത്മസുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ ഖുറൈശ് ഗോത്രത്തിലെ പ്രമുഖരായ ആളുകളെയെല്ലാം ക്ഷണിച്ച് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത് ഒരു ഭക്ഷണ സൽക്കാരം നടത്തി. അതിലേക്ക് അദ്ദേഹം ഖുറൈശികളിലെ പ്രമുഖൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ക്ഷണിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, നീ ഇസ്ലാം സ്വീകരിച്ചാലല്ലാതെ നിന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്തിന് ഇസ്ലാം ബോധിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാതിരുന്നതാണ്. റസൂലിന്റെ ഈ നിർദ്ദേശമുണ്ടായപ്പോൾ ഖുറൈശികളിലെ പ്രമുഖനായ ഒരാൾ താൻ നടത്തുന്ന ഒരു ഭക്ഷണ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ പോകരുത്, അത് തനിക്ക് മാനക്കേടാണ് എന്ന് മനസ്സിലാക്കി റസൂൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത് ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു, ഷഹാദത്ത് ചൊല്ലി. സൽക്കാരം നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തു. സംഭവം നടക്കുമ്പോൾ ഉഖബയുടെ ആത്മസുഹൃത്ത് ഉമയ്യത്ത് സ്ഥലത്തില്ല. നാട്ടിൽ മടങ്ങി വന്നതിന് ശേഷം ഉമയ്യത്ത് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം ഉഖബയോട് വലുതായി കോപിച്ചു. ഇനി ഞാനും നീയും തമ്മിൽ ഒരു സുഹൃത്ത് ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അതല്ലെങ്കിൽ നീ മുഹമ്മദിനെ പോയി കണ്ട് മുഹമ്മദിന്റെ മുഖത്ത് തുപ്പുകയും അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുകയും അദ്ദേഹത്തിന്റെ പിരടിയിൽ ചവിട്ടുകയും ചെയ്യണം എന്ന് നിബന്ധന വെച്ചു. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത് കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ആ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടരുതെന്ന് കരുതി ഉമയ്യത്ത് ആവശ്യപ്പെട്ടതുപോലെ റസൂലിനെ ആക്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് കൊണ്ട് ആ സംഭവത്തിൽ പ്രതികരണം നടത്തി. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി, ആ ദിവസം, അതിനു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീല, യൗമുൽ ഖിയാമത്തിന്റെ വിശേഷണങ്ങൾ പങ്കുവച്ചു. ആകാശം പൊട്ടിപ്പിളരുകയും മലക്കുകൾ അവതരിക്കുകയും ചെയ്യുന്ന ദിവസമാണത്. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന് മാത്രമാണ് അന്ന് സകല അധികാരങ്ങളും ഉണ്ടാവുക. വകാന യൗമൻ അലൽ കാഫിരീന അസീറ, നന്ദികേട് കാണിച്ചവർക്ക്, നിഷേധികൾക്ക് ആ ദിവസം വളരെ പ്രയാസകരമായിരിക്കും. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി, അന്ന് അക്രമം ചെയ്തവൻ കൈകടിക്കും, വിരല് കടിക്കും. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, എന്നിട്ടവൻ
ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എന്റെ ജീവിത വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് സങ്കടം പറയും. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇതെന്തു നാശമാണ്, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, ഇന്നാലിന്നവനെ ഞാൻ എന്റെ ആത്മമിത്രമായി ആത്മസുഹൃത്തായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയും. ലഖദ് അദല്ലനി അനിദ്ദിക്ർ, അവനാണ് എന്നെ ദൈവസ്മരണയിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് എന്നെ വഴിതെറ്റിച്ചവൻ അവനാണ്. ബഅദ ഇദ് ജാഅനി, എനിക്കത് വന്നെത്തിയതിനു ശേഷം. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, നിശ്ചയം പിശാച് മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്ന ആശയം, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം സൗഹൃദത്തെക്കുറിച്ചുള്ളതാണ്, സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. ലോകത്ത് സൗഹൃദം ആഘോഷിക്കപ്പെടുന്ന, ആചരിക്കപ്പെടുന്ന സുഹൃത്ത് ദിനം, ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഡേ ആചരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ജൂലൈ 30 2011 UN പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്റർനാഷണൽ ഡേ ഫോർ ഫ്രണ്ട്ഷിപ്പ്, അന്താരാഷ്ട്ര സുഹൃത്ത് ദിനം എന്ന് പറയുന്നത്. അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ അത് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലാണ് ആചരിക്കപ്പെടുന്നത്. രണ്ടായാലും ഈ ഒരാഴ്ചക്കിടയിൽ ലോകത്ത് സൗഹൃദം, സുഹൃത്ത് ബന്ധങ്ങൾ ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഫ്രണ്ട്ഷിപ്പ് ഡേ പ്രഖ്യാപിക്കുവാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രേരണയായിട്ടുള്ളത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള അതിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ലോകത്ത് സമാധാനം പുലരണമെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തുള്ള വിവിധ ജനസമൂഹങ്ങൾക്കിടയിൽ, രാഷ്ട്രങ്ങൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ ഒക്കെ സമാധാനം പുലരണമെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾക്ക് അതിൽ വലിയ പ്രാധാന്യമുണ്ട്. വ്യക്തികൾ തമ്മിലും, സമൂഹങ്ങൾ തമ്മിലും, മതങ്ങൾ തമ്മിലും, രാഷ്ട്രങ്ങൾ തമ്മിലുമൊക്കെയുള്ള സൗഹൃദം, സുഹൃത്ത് ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് എന്നതാണ് UN നിരീക്ഷിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആചരണത്തിന് അടിസ്ഥാനമായി പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഫിലോസഫി, തത്വശാസ്ത്രം, അത് വിഖ്യാതനായ അരിസ്റ്റോട്ടിലിന്റേതാണ്. അരിസ്റ്റോട്ടിൽ ഫ്രണ്ട്ഷിപ്പിനെ നിർവചിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ, സൗഹൃദം എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരങ്ങളിൽ ജീവിക്കുന്ന ഒരൊറ്റ ആത്മാവിനെയാണ് സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനെ 3 ഇനങ്ങളായി അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഫ്രണ്ട്ഷിപ്പ് ഓഫ് യൂട്ടിലിറ്റിയാണ്, സദാഖത്തുൽ മുത്അ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അപരനെ ചൂഷണം ചെയ്യാനുള്ള, സുഹൃത്തിനെ ചൂഷണം എന്ന് പറഞ്ഞുകൂടാ, സുഹൃത്തിൽ നിന്ന് പ്രയോജനങ്ങൾ കിട്ടാൻ വേണ്ടി ആ ഒരു പ്രചോദനത്താൽ, ആ ഒരു പ്രേരണയാലുള്ള സുഹൃത്ത് ബന്ധം. ആ ബന്ധത്തിന്റെ അടിസ്ഥാന പ്രേരണ തനിക്ക് തന്റെ സുഹൃത്തിൽ നിന്ന് കിട്ടിയേക്കാവുന്ന ഭൗതികമായ പ്രയോജനങ്ങൾ, സാമ്പത്തികമായും അതല്ലാതെയും കിട്ടിയേക്കാവുന്ന പ്രയോജനങ്ങളെ മുൻനിർത്തിയുള്ള സൗഹൃദങ്ങൾ.
രണ്ടാമത്തത് ഫ്രണ്ട്ഷിപ്പ് ഓഫ് പ്ലഷർ, ആസ്വാദനത്തിന്റെ സൗഹൃദം എന്ന് പറഞ്ഞാൽ കൂടി ഇരുന്ന് ജീവിതം ആസ്വാദ്യകരമാക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമുള്ള സൗഹൃദങ്ങൾ. മൂന്നാമത്തെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഓഫ് വെർച്യു, നന്മയെ മൂല്യങ്ങളെ മുൻനിർത്തിയുള്ള സൗഹൃദമാണ്. അതിൽ അദ്ദേഹം തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം വളരെ പെട്ടെന്ന് തകർന്നു പോവുകയും നന്മയുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള സൗഹൃദങ്ങൾക്ക് അനശ്വരതയുണ്ടാവുകയും ചെയ്യും എന്നാണ്. അങ്ങനെ അനശ്വരത അവകാശപ്പെടുമ്പോഴും അത് ഈ ഭൂമിയിലുള്ള ജീവിതകാലത്തേക്കുള്ള ഒരനശ്വരതയെക്കുറിച്ചാണ് ആ പറയുന്നത്. ഭൗതികമായ തത്വശാസ്ത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന സൗഹൃദത്തെക്കുറിച്ചുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ അവിടെ നിൽക്കെ തന്നെ ഇസ്ലാമികമായി സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരർത്ഥത്തിൽ ഇസ്ലാം അതിനെ പ്ലേസ് ചെയ്യുന്നത്, ഇസ്ലാം അതിനെ കൊണ്ടുപോയി നിർത്തുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ സ്വീകരിക്കുവാൻ, വിശ്വാസം സ്വീകരിക്കുവാൻ അയാളെടുക്കുന്ന തീരുമാനം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ അയാളെടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനം സെലക്ഷൻ ഓഫ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുടെ തെരഞ്ഞെടുപ്പ് എന്നതിലുള്ള അയാളുടെ തീരുമാനമാണ് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അൽ മർഉ അലാ ദീനി അഖീഹി അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉണ്ടാവുക അയാളുടെ ആത്മസുഹൃത്തിന്റെ ദീനിലാണ്, അയാളുടെ ആത്മസുഹൃത്തിന്റെ വലയത്തിലാണ്, അയാളുടെ ആത്മസുഹൃത്ത് നിർണയിക്കുന്ന വഴിയിലാണ് ഒരു മനുഷ്യനുണ്ടാവുക. അതുകൊണ്ട് ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ സുഹൃത്ത് ആരാണ്, അയാൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അയാൾക്ക് ആരുമായാണ് സൗഹൃദമാണുള്ളത് എന്ന് നോക്കിയാൽ മതി എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ തുടർച്ചയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സുഹൃത്ത് ബന്ധങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി, ശാരീരികമായി, മാനസികമായി, ബുദ്ധിപരമായി ഒക്കെ എല്ലാ തലങ്ങളിലും, അതിനുമപ്പുറത്ത് ഭൗതികമായ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ മേഖലയിലുമൊക്കെ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൗഹൃദം, സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ആ സൗഹൃദം ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അതിന്റെ താല്പര്യം നന്മയാണ് എങ്കിൽ അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചതുപോലെ വെർച്യുവിന്റെ അടിസ്ഥാനത്തിൽ, നന്മയുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അതുമായി ബന്ധപ്പെട്ട ഭാഷ തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മസുഹൃത്ത് ബന്ധം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ യൗമുൽ ഖിയാമത്തിന്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടുന്ന യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കത്തിൽ, ആ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു നാളിൽ ആത്മമിത്രങ്ങളൊക്കെയും പരസ്പരം ശത്രുക്കളായി മാറുന്ന സാഹചര്യമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരൊഴിച്ച്. ആ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിയവർ, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയവർ, ആ ബന്ധങ്ങൾ പരലോകത്തേക്ക് ശാശ്വതമായി നിലകൊള്ളും. അതല്ലാത്ത ബന്ധങ്ങളൊക്കെ ശത്രുതയായി പരിണമിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധങ്ങളായി സുഹൃത്ത് ബന്ധങ്ങൾ മാറണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം തഖ്വയാവണം, പരസ്പരമുള്ള സഹകരണമാകണം, പരസ്പരം പുലർത്തുന്ന ധാർമ്മിക മൂല്യങ്ങളായിരിക്കണം എന്നത് പുതിയ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്.
പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന കാലം ഫിസിക്കൽ ഫ്രണ്ട്ഷിപ്പുകളുടെ കാലം കഴിഞ്ഞ് ഒരുവിധം ജനങ്ങളൊക്കെയും ഡിജിറ്റൽ ഫ്രണ്ട്ഷിപ്പിലേക്ക്, ഈ ഫ്രണ്ട്ഷിപ്പുകളിലേക്ക് മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ മുഴുവൻ തെളിയിക്കുന്നത് ഈ സ്വഭാവത്തിലുള്ള സോഷ്യൽ മീഡിയ ഫ്രണ്ട്ഷിപ്പുകൾ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പുകൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ ആഴമുള്ള, ദൃഢതയുള്ള, പരസ്പരം താങ്ങും തണലുമായി, പരസ്പരം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സുഹൃത്ത് ബന്ധങ്ങളുടെ കാലം കഴിഞ്ഞു പോവുകയും വളരെ ഉപരിപ്ലവം മാത്രമായ ബന്ധങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബന്ധങ്ങൾ മിക്കവാറും ഫ്രണ്ട്ഷിപ്പ് ഓഫ് യൂട്ടിലിറ്റി എന്ന തലത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഓഫ് പ്ലഷർ, കേവല ആനന്ദത്തിന് വേണ്ടിയുള്ള താൽക്കാലികമായ സൗഹൃദങ്ങൾ, അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്യാനുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, അതിലേക്ക് വഴിമാറിയിട്ടുണ്ട് എന്നത് നമ്മുടെ ദൈനംദിന ജീവിതാനുഭവമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാവുകയില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അത്തരം ഫ്രണ്ട്ഷിപ്പുകൾ വലിയ റിസ്ക് ഇല്ലാതെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണത്. പരസ്പരം രണ്ട് മനുഷ്യന്മാർ അല്ലെങ്കിൽ കുറെ മനുഷ്യന്മാർ പരസ്പരം സഹവസിച്ചും പരസ്പരം സ്വഭാവ മൂല്യങ്ങൾ പകർന്നും പരസ്പരം സ്നേഹം പങ്കുവെച്ചും പരസ്പരം അറിഞ്ഞും രൂപപ്പെടുന്ന സൗഹൃദ ബന്ധങ്ങളല്ല അത് ഒരു ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുന്നതിൽ നിന്ന് തുടങ്ങി അത് സ്വീകരിക്കപ്പെടുന്നതോടുകൂടി നിലവിൽ വരികയും പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് കൈമാറുന്ന ലൈക്കുകളിലും ഷെയറുകളിലും മാത്രം അതിന്റെ ഒരു ഗാഢത, അതിന്റെ ഒരു ആഴം നിലനിൽക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളാണ്. അത്തരത്തിലുള്ള എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ റിമൂവ് ചെയ്യാനുള്ള, ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള മാനദണ്ഡം അവൻ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നുകൊണ്ടിരിക്കുന്ന ലൈക്കുകളും ഷെയറുകളും മാത്രമാണ് എന്നതാണ്. അതിനപ്പുറത്ത് ആഴങ്ങളില്ലാത്ത, പരസ്പരം അറിയാൻ താല്പര്യമില്ലാത്ത ബന്ധങ്ങൾ, ഈ സുഹൃത്ത് ബന്ധങ്ങളുടെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് അത് മനുഷ്യനെ തന്റെ ഏറ്റവും അടുത്ത ചുറ്റുപാടിൽ നിന്ന് പോലും ഒറ്റപ്പെട്ടവനാകുന്നു, ആക്കി മാറ്റുന്നു എന്നതാണ്. ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ഫിസിക്കലി രൂപപ്പെടുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നിലനിന്നുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പക്ഷേ ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ചുറ്റുഭാഗത്ത് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ജനങ്ങളുമായിട്ട് പോലുമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മളെ സോഷ്യലി ജനങ്ങളിൽ നിന്ന് ഡിസ്റ്റന്റ് ആക്കി, സാമൂഹികമായി നമ്മളെ അകലത്തിലാക്കിയിട്ടാണ് സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി. അത് പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ പരസ്പരം സുഖിപ്പിക്കാനും അങ്ങനെ ലൈക്ക് കൊണ്ടും ഷെയർ കൊണ്ടും സുഖിപ്പിച്ച് നമ്മെ വ്യാജമായ പ്രശസ്തിയുടെ, ഒരു ഫേക്ക് ഫെയിമിന്റെ ഒരു ലോകത്ത് നമ്മെ ഇങ്ങനെ അന്ധമായി ജീവിക്കാനും മാത്രം സഹായിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറം അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെയും നമ്മൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് പരസ്പരം ഒടുവിൽ ചീറ്റിംഗിലേക്കും പരസ്പരം ചൂഷണത്തിലേക്കും അത് വഴി നടത്തുക എന്നതാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങളെയാണ് ബന്ധങ്ങളിലൂടെയാണ് നിരന്തരമായി സാമ്പത്തികമായ തട്ടിപ്പുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സദാചാരപരമായ, മാനവിക വിരുദ്ധമായ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സദാചാര വിരുദ്ധമായ ബന്ധങ്ങൾ. അപ്പൊ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലേക്ക് സൗഹൃദങ്ങൾ മാറിയപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള ഒരു വലിയ സൗകര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആൺപെൺ സൗഹൃദങ്ങൾക്ക് സമൂഹത്തിന്റെ നിരീക്ഷണമില്ലാതെ സമൂഹമധ്യത്തിൽ അതിന്റെ മാനക്കേട് ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത വിധം വളരെ സ്വകാര്യതയിൽ, എന്നാൽ സ്വകാര്യതയല്ലതാനും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ തന്നെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ
അഴിഞ്ഞാട്ടം നടത്താൻ നമുക്ക് ഉള്ള, അതിൽ നിന്ന് നമ്മളെ തടയുന്ന അവസാനത്തെ നമ്മുടെ ലജ്ജാബോധത്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന വിധമുള്ള സദാചാര ധാർമ്മിക തകർച്ചയിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ആൺപെൺ സൗഹൃദങ്ങൾക്ക് എന്തൊക്കെ പരിധികളാണോ ഉള്ളത്, ആ പരിധികൾ തന്നെയാണ് ആൺപെൺ സൗഹൃദങ്ങൾക്ക് ഓൺലൈനിലും ഉള്ളത്. ഓൺലൈനിൽ അത്തരം ബന്ധങ്ങൾ പരിധികളില്ലാതെ രൂപപ്പെട്ടു വരികയും അത് പിന്നീട് ഓഫ്ലൈനിലേക്ക് മാറുന്ന ഗതികേടുകൾ, അതിന്റെ ദുരന്തങ്ങൾ ധാരാളമായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ആൺ സുഹൃത്തിനെ പെൺ സുഹൃത്ത്, ബന്ധു കൂടിയായ പെൺ സുഹൃത്ത് വിഷം കൊടുത്തു കൊന്നതിന്റെ വാർത്തയാണ് ഇന്ന് പത്രങ്ങളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വായിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ മനുഷ്യന്റെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുത്തി കളയുന്ന, മനുഷ്യന് ഖേദവും സങ്കടവും നഷ്ടവും ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അനുഭവമാണ് ദീനിൽ തന്നെ വ്യതിചലിപ്പിക്കുന്ന സ്വഭാവത്തിൽ ഉഖബക്കും ഉമയ്യത്തിനുടെയും സംഭവത്തെ മുൻനിർത്തി വിശുദ്ധ ഖുർആൻ നമ്മളോട് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഒരു സുഹൃത്ത് ഒരു മനുഷ്യനെ വഴിതെറ്റിക്കും. മോശം സുഹൃത്താണെങ്കിൽ അയാളിൽ നിന്ന് ഏറിയോ കുറഞ്ഞോ ഉപദ്രവകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും, സ്വാധീനിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സുഹൃത്തിന്റെയും ചീത്ത സുഹൃത്തിന്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ട്, നല്ല സുഹൃത്തും ചീത്ത സുഹൃത്തും അത് ഹാമിലുൽ മിസ്കും നാഫിഖുൽ കീറും പോലെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് സുഗന്ധം വഹിക്കുന്ന ഒരാളെ പോലെയാണ്. ചീത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. കൈവശം സുഗന്ധം ചുമക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നന്മയും മൂല്യങ്ങളും കൈവശമുള്ള സുഹൃത്ത്, ഫ്രണ്ട്ഷിപ്പ് ഓഫ് വെർച്യൂ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ബന്ധം. അവൻ നമുക്ക് ആ സുഗന്ധം നമ്മളിലേക്ക് കൂടി പ്രസരിപ്പിക്കും. അതല്ലെങ്കിൽ അവനിൽ നിന്ന് നമുക്ക് സുഗന്ധം അനുഭവിക്കാനെങ്കിലും കഴിയും. നേരെ മറിച്ച് ചീത്ത സുഹൃത്ത് ഉലയിൽ ഊതുന്ന ഒരാളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഒരുപക്ഷെ അവനോട് അടുത്തു നിൽക്കും തോറും അവൻ നമ്മുടെ വസ്ത്രവും അവന്റെ ശരീരവും കരിക്കാൻ കാരണക്കാരനാകും. അതല്ലെങ്കിൽ അവൻ ഊതുന്ന ഉലയിൽ നിന്നുള്ള പുക ശ്വസിച്ച് നമ്മൾ പ്രയാസത്തിലാകും. ഏറ്റവും ചുരുങ്ങിയത് ആ പരിസരത്തിന്റെ ദുർഗന്ധമെങ്കിലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, ജീവിതത്തെ ബാധിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ നഷ്ടമായി സങ്കടകരമായി മാറാനുള്ള സാഹചര്യങ്ങൾ ധാരാളമാണ്. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേസമയത്ത് ഇതേ സൗഹൃദം തന്നെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന സൗഹൃദങ്ങൾ, അത് ദുനിയാവിൽ പരസ്പരം അറിഞ്ഞും പരസ്പരം സഹകരിച്ചും പരസ്പരം സംരക്ഷിച്ചും താങ്ങും തണലുമായി വർത്തിക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്യും. ഒരാൾ തനിക്ക് ആഗ്രഹിക്കുന്ന നന്മകളൊക്കെയും തന്റെ സുഹൃത്തിനും ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ടാകും. എന്നല്ല, തനിക്കില്ലെങ്കിലും വേണ്ടിയില്ല തന്റെ സുഹൃത്തിനുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്ന ഉന്നതമായ നിലവാരം ഒരു നല്ല സുഹൃത്തിനുണ്ടാകും. ഇസ്ലാം സങ്കല്പിക്കുന്ന ഒരു സുഹൃത്തിനുണ്ടാകും. ആ ബന്ധം അത് നാളെ പരലോകത്തേക്ക്, നേരത്തെ പറഞ്ഞ അപകടകരമായ ഒരു ദിനത്തിൽ നേരത്തെ പറഞ്ഞ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പരസ്പരം ശത്രുതയിലേക്ക് പരിണമിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലുകളിൽ സുഖം കൊള്ളുന്ന, കുളിർമ കൊള്ളുന്ന, നിലനിൽക്കുന്ന സൗഹൃദ ബന്ധങ്ങളായി മാറുന്ന നന്മയുടെ സൗഹൃദങ്ങൾ, അത് ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത്തരം സൗഹൃദ ബന്ധങ്ങളില്ലാതെ
ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ ദീനീ ജീവിതത്തെ, നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കേവലം നമുക്ക് വെളിപ്പുറത്ത് കിട്ടാത്ത, നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനെ കുറിച്ചല്ല പറയുന്നത്. ഫിസിക്കലി അനുഭവിക്കാൻ കഴിയുന്ന, നേരിട്ട് വികാരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന, മൂല്യങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന, ഐഡിയകൾ പരസ്പരം പങ്കുവെക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുക, പരസ്പരം നന്മയിലേക്ക് വഴി നടത്തുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏതൊരു ദീനിൽ, ഏതൊരു വഴിക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന് നിർണയിക്കുന്നിടത്ത് അത്തരം സൗഹൃദങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് സൗഹൃദത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഉയരുന്ന, ലോകത്ത് അത്തരം ചിന്തകൾ ഉയരുന്ന, അത്തരം മെസ്സേജുകൾ പാസ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് സൗഹൃദത്തിന്റെ ആ പ്രാധാന്യത്തെയും നമുക്കുണ്ടാകേണ്ടുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചുള്ള ഗൗരവത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ബോധമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇനത്തിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൺകുളിർമയുള്ളതാക്കി തീർക്കുവാൻ ഉള്ള സഹായങ്ങൾ, തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المظلومين المستضعفين المجوعين في غزة. اللهم انصرهم واهزم أعداءهم أجمعين. اللهم انصر إخواننا في كل مكان في العالم يا رب العالمين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا ولا إلى غيرنا طرفة عين ولا أقل من ذلك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.